ഓ അതിനകത്തെല്ലാം ഇട്ട് ചുറ്റിക്കും. പണി മേടിക്കും അവസാനം. പൊട്ടിക്കരുത്. അടുത്തൊരെണ്ണം പ്രവീൺ പിടിച്ചു കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ കിടന്ന അടിയിടുക. ഹലോ ഗുയ്സ്, അങ്ങനെ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എൻ്റെ പേര് മനോജ്. വിജിത്ത് പ്രവീൺ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇന്ന് കുറച്ച് കാർപ്പ് ഫിഷിംഗ് ആയിട്ടൊക്കെ ഇറങ്ങിയതാണ്. തൂളിയെ വേണം കുറച്ച്. അത് നമ്മുടെ മറ്റേ എന്താ അതിന് പറയുന്നത്? അതല്ലടാ, മറ്റേ മീൻ പറയുന്ന പേരെന്ത് വരുന്നത്? തൂളിക്ക് വേറെ പേര് പറയുമല്ലോ, പുല്ലൻ. അതന്നെ. പുള്ളേ പുല്ലനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം സ്പോട്ട് തന്നെ. ഇപ്പം നൈറ്റ് ഫിഷിങ് വരുന്നില്ലേ, നൈറ്റ് ഫിഷിങ് വരുന്ന അതിനകത്തുള്ളതിൽ ഒരു സ്പോട്ടിലാണ് നമ്മളിരിക്കുന്നത്. ഒരു ഫോട്ടോ എടുക്കണേ ഞങ്ങൾ പറഞ്ഞത്. എന്ത് കുജുവാണോടാ? അങ്ങ് ഗൾഫിൽ നിന്ന് ഒരുത്തൻ എന്തിനാ അവനെ കാണുന്നില്ലല്ലോടാ. ഈ വല്ല ഇരുട്ടത്തോട്ടങ്ങനെ മാറ്റാ ചെറുക്കരെ. ഇതാ കുജുവേ. കാണാം ഇത് കുട്ടിയെ. എൻ്റെ പ്രേക്ഷകർക്കൊരു ഹായ് പറയൂ. ഓക്കെ. ഓ യു കെ പറഞ്ഞേക്കാം. യു കെയിലെ ഉറക്കം എഴുന്നേറ്റേ ഉള്ളില്ല. അങ്ങനെ കണ്ടാൽ നമ്മുടെ തീറ്റയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് എറിയട്ടെ. തുടങ്ങിയിട്ട് വല്ലതും കിട്ടുമല്ലോ നോക്കാം. ഓക്കെ ഗുയ്സ്, നമ്മൾ കണ്ടിട്ട് ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാര്യം വേറെ സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ അറ്റത്തൊരു ബെല്ലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രവീൺ അവിടെ കുറേ കരിമീൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പം അവൻ അതിനെ പിടിക്കാനുള്ളത് അത്ര പാടില്ല. കിട്ടൂടാ? കിട്ടിയിരിക്കും. ഗുയ്സ്, 2 ദിവസം മുന്നേ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. എങ്കിലും കുറച്ച് ഭാഗമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ തന്നെയും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആദ്യം അന്ന് പിടിച്ചാൽ 1-2 മീനുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കണ്ടിട്ടുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് വല്ലതും അടിക്കും എന്നുള്ളത് നോക്കാം. വിജിത്തിന് ഇതാണ്ടേ ഒരു കരിമീൻ അടിച്ചിട്ടുണ്ടേ. പതിയെ സമാധാനത്തെ മതി. അതിനകത്തെല്ലാം ഇട്ട് ചുറ്റിക്കും. പണി മേടിക്കും അവസാനം. പൊട്ടിക്കരുത്. ഇങ്ങോട്ട് കൊണ്ടുവന്നടാ. അത് പറഞ്ഞപ്പോഴേ ഇപ്പം നമ്മുടെ കരിമീൻ്റെയൊക്കെ സീസണാണ് കേട്ടോ. ഇപ്പോൾ സീസൺ ടൈമാണ്. കരിമീൻ പിടിക്കാനുള്ളവരൊക്കെ പോയി കരിമീനൊക്കെ പിടിച്ചോളൂ. അതുകൊണ്ട് അത്യാവശ്യം നല്ല സൈസാണ്. നല്ല സൈസാണ് സാധനം. കൊള്ളാം. കൊണ്ടുവച്ചോ, കവർ കയറ്റിക്കോ. അടുത്തൊരെണ്ണം പ്രവീൺ പിടിച്ചു കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ കിടന്ന അടിയിടുക. നീ ഒന്നിനെ പിടിക്കുമ്പോൾ ഞാനൊന്നിനെ പിടിക്കും. അമ്മയും മോനും. കൊള്ളാം. നിന്റെ ഇരുട്ട് കാരണം ഒന്നും കടന്നു പോക്കെ. അതാണ് പോയിട്ട് ഗുയ്സ് അടുത്തൊരെണ്ണത്തെ അടിച്ചു. എഴുത്തിന് ചെറുക്കൻ. ഞാനവിടെ നിന്നൊന്നും കാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂല. എന്ത് കയറ്റി. തൂളിയാ? നല്ല അടിപൊളി ഒരു തൂളി. അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ കൊണ്ടുവാ. പൊട്ടിപ്പോവോ? പൊട്ടരുത്. പൊട്ടിയില്ല. യെസ്, അടുത്ത തൂളി. ഇപ്പോൾ എന്തായാലും സീസൺ ടൈം അല്ല തന്നെ കാര്യം. ഇപ്പോൾ എല്ലാം വെള്ളപ്പറ്റല്ലേ, എല്ലായിടത്തും വെള്ളം ഇങ്ങനെ പറ്റി വന്നുകൊണ്ടിരിക്കുക. കൊള്ളാം. എടുത്തിട്ട് അടുത്തൊരെണ്ണം അടിച്ച്. എടാ കയറ്റിക്കോടാ, മോളിൽ കയറ്റിക്കോ. നീ മോളിൽ കയറ്റിക്കോ, കുഴപ്പമില്ല. പതിയെ വലിച്ചിങ്ങ കയറ്റി. തൂളിയല്ലേ? അല്ല, അടുത്ത അടിപൊളി ഒരു തൂളി. പൊട്ടിക്കല്ലേ. വെയിറ്റ് നല്ലപോലെ എന്താവും. എന്തോടാ ഇത് തട്ടിക്കളിക്കുന്നു? അടുത്തൊരു തൂളി.
പോകുമ്പോ ആ ചൂണ്ടയിലുണ്ടോ? ചൂണ്ടയിലുണ്ടോ? ഒന്ന് പൊക്കി പിടിച്ചോ, നിന്നെ ഒന്ന് കാണട്ടെ. പിടിച്ചാണ്. ആരും പറഞ്ഞു നിന്നെ ഈ പിടിച്ചതിനെക്കാട്ടിലും വലുതാത്. കോടാ അവിടുന്ന്. ഓ ആ കിടന്ന് തുള്ളി കളിക്കുന്ന തുള്ളിപ്പുഴു. നമുക്ക് എന്തോ ഒരു ചീര അമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ. എടുത്ത് നോക്കട്ടെ. ആ കുറവാ. ഒരു പിടിക്ക് 2 പക്ഷി. തൂളിയുണ്ട്, കുറവുണ്ട്. ഇപ്പം മരത്തോട്ടായി പോയതാ. കിട്ടി. ഒരു പടിക്ക് 2 പക്ഷി. തൂളിയുണ്ട്, കുറുവയുണ്ട്. നമ്മൾ വേണ്ടേ ഇവനെ നോക്കിയിട്ടായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ ഇവന്മാരെ ടാർഗറ്റ് ചെയ്ത് വന്നുകൊണ്ട് ഇവന്മാർക്ക് തന്നെയാണ് നമ്മൾ തീറ്റിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലുള്ളത് ഈ സാധനം തന്നെ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിലേ ഒരു ലൈക്ക് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ബോയ്സ് നമ്മുടെ അടുത്ത സാധനം അടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്രാവശ്യം വീത്തിനെടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീത്തിനെ കൊണ്ടെടുക്കട്ടെ. അല്ല, ചെറുക്കനെ നമുക്ക് തീറ്റ കഴിച്ചു തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം നമ്മൾ കാണിക്കുന്നുണ്ട്. ഉണ്ടോ? പോയോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. പോയി. അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അത് അവിടെ കളയടാ. ഇതിൻ്റെ ഇടയ്ക്കെന്നെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയിട്ട് 2 പാറക്കഷ്ണമൊക്കെ എടുത്തുണ്ടെന്ന് കണ്ടില്ല. ഇതൊന്ന് മൂത്ത് വെക്കാൻ വേണ്ടിയിട്ട്. മീനാ? അതാ കാറ്റാ? അതാ മീനാണോ? എന്തോ ഒരു സംഭവം, എന്തോന്നറിയില്ല. നൂല് ഭയങ്കരമായിട്ട് കിടന്ന് വലിക്കുന്നു. മീനടിച്ച്. എടുത്തോ. നേരത്തെ വീത്തിൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഈ പ്രാവശ്യം വീത്ത് തന്നെ എടുക്കുകയാണ്. എടുത്തോട്ടെ. ഇതെന്തത്? തുളിയാ. വളത്തിലെക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികിൽ പൂത്ത് നിൽക്കണ കുഞ്ഞാറെ. തുളി തന്നെയല്ലടാ? എടാ എൻ്റെ പൊന്നു, ഇതിൻ്റെ തുമ്പത്ത് വന്നിട്ടോ സാധനം പോയി. ഇതിൻ്റെ തുമ്പത്ത് വന്നിട്ടോ അത് പോയി. ഞാൻ കണ്ടത്, ഞാനും കണ്ടത് പൊട്ടിപ്പോന്നെ. ശേ, നീ ഇനി ഇതിനകത്ത് തൊട്ട് പോരുത്. നീ തൊട്ട് 2ാമത്തെ മീൻ ഇതിനകത്തുനിന്ന് പോകാൻ. നീ ഇനി എടുക്കണ്ട, വെക്കവിടെ മതി. ഇവൻ തൊട്ട് 2ാമത്തെ മീൻ ഇതിനകത്ത് നിന്ന് ഇപ്പം പോയത്. ഞാൻ തന്നെ എടുത്തോളാം. കുന്നിപ്പിഴച്ച 3 പറഞ്ഞെടുത്ത. ഇതിനകത്തെങ്കിലും മീനെ കൊണ്ട് അത്രയൊന്നും ഇല്ല. ട്രാക്കൊന്നും ഇല്ല അതിനകത്ത്. ട്രാക്ക് വളരെ കുറച്ചായിട്ടത്. പിന്നെ എന്തിനാണ് എടുത്തേ? ഇനി നീ ഇതിനകത്ത് തൊട്ടാ. ഗൈസ് പോയോ? ഇല്ല. ഉണ്ടടാ. ഇതിനെങ്കിലും പിടിച്ച് മോളിൽ കയറ്റിയില്ലെങ്കിൽ നിന്നെ ഉണ്ടോ? ചെറുതാ വരുതോ ഉള്ളേട്. നിന്റെ വിഷമം അങ്ങോട്ട് മാറൂല്ലോ. എന്തത്? തുളിയാണോ? എന്നാ പിടിച്ച് കയറ്റി. ഓക്കെ, കിട്ടി. വിഷമം അങ്ങോട്ട് മാറി കിട്ടിയ അവൻ്റെ. കുറേ നേരമായിട്ട് ഒരു ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സമ്മതിച്ചോണ്ടാ കേട്ടോ, അല്ല ഞാൻ തൊടിയിക്കില്ലായിരുന്നു. അങ്ങനെ 2ാമത്തെ വീട് അടിച്ചു കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മാറി, ഞങ്ങൾ വേറെ സൈഡിലോട്ട് വന്നായിരുന്നു. എന്താ ഭയങ്കര ഊരായി മീൻ, വല്ലാത്ത ഊരായി സാധനത്തിന്. ഇതുകൊണ്ടുണ്ട് ഇത് നമ്മുടെ അവസാനത്തെ തീറ്റാണ്. ഇതും കൂടെ ഇട്ട് തീരുമ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഇതും കൂടെ സെറ്റ് ചെയ്തിടട്ടെ.
ഓക്കെ ഗുയ്സ്, അങ്ങനെ നമ്മൾ തന്നെ അവസാനത്തെ തീറ്റയും സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അവസാനത്തെ തീറ്റ അവസാനത്തെ നമ്മുടെ അവസാനത്തെ തീറ്റയിലെ അവസാനത്തെ മീനിനെ പിടിച്ചിട്ടുണ്ട്. കുഞ്ഞു തുള്ളി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.